ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മളുടെ 20 മാർക്ക് വർക്കൗട്ടിൻ്റെ 15ാമത്തെ വീഡിയോ ആണിത്. അതായത് നമ്മൾ 300 റയറായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ 300 നിലവാരമുള്ള ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സീരീസ് ഫുള്ള് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്ന ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ അതുപോലത്തെ റയറായിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നും എടുത്തിരിക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയെന്നുള്ള കാര്യം നോക്കുക. ചില ചോദ്യങ്ങളിൽ നമുക്ക് അറിവല്ല, ചില ചോദ്യങ്ങൾ നമ്മുടെ യുക്തി നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എടുക്കാൻ പറ്റും. അതൊക്കെ ഈ ഒരു വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ വെട്ടിയെടുക്കാൻ നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇതിങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഈ ഒരു പഠനത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒരു സീരീസ് ആയിട്ട് ഇത് ഉറപ്പായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള വിശ്വാസമുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം ഞാൻ എടുത്തോട്ടെ. സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ, മദ്രാസ്, ഹൈദരാബാദ്, കൂർഗ് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു. ഈ സംസ്ഥാനത്തിന് കർണാടകം എന്ന നാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? മൈസൂർ 1956 നവംബർ 1 കേരളത്തിൻ്റെ കൂടെ തന്നെയാണ് മൈസൂർ രൂപം കൊണ്ടത്. ആ മൈസൂർ കർണാടകമായ വർഷമാണ് ചോദ്യം. ഓപ്ഷൻ സി 1973 ആൻസർ. 1973 മൈസൂർ എന്തായി മാറിയത്? കർണാടകമായി മാറിയത്. ഇത് ഓൾമോസ്റ്റ് ഈ വർക്കൗട്ട് ചെയ്യുന്ന ഒരു 80% ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കാണത്തില്ല. പക്ഷേ ഇത് പ്രീവിയസ് ചോദ്യമാണ്. അടുത്ത ചോദ്യം, ബോംബെ ക്രോണിക്കിൾ എന്ന പത്രസ്ഥാപകൻ ആരാണ്? അതായത് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം. ആരാണ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ഇവിടെ ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം സ്ഥാപിച്ചത്. ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ സമാചാർ എന്നൊരു പത്രമുണ്ട്. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ഫർദുർജി മർസ്ബാൻ ആണ്. ബോംബെ സമാചാർ എന്ന പത്രം എന്ത് ചെയ്തത്? സ്ഥാപിച്ചത് ഫർദുർജി മർസ്ബാൻ. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. അടുത്ത്, കുപ്പം നദി താഴെ പറയുന്നതിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്? കുപ്പം നദി താഴെ പറയുന്നതിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്? ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും കർണാടകം, തമിഴ്നാട് എന്നായിരിക്കും ആൻസർ എഴുതിയത്. അത് കൂവം നദിയാണ് തമിഴ്നാട്ടിൽ ഒഴുകുന്നത്. ഇത് കുപ്പം നദിയാണ് കേട്ടോ. കുപ്പം നദി ഒഴുകുന്നത് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത് കുട്ടികളെ? കുപ്പം നദി. ഇപ്പൊ കൂവെന്ന് കേട്ടിട്ട് തമിഴ്നാട് ആലോചിച്ച ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പം കേരളം കർണാടകമാണ് ആൻസർ. കേരളം കർണാടകമാണ് കുപ്പം നദി ഒഴുകുന്നത്. അടുത്ത്, താഴെ പറയുന്നവയിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? താഴെ പറയുന്നതിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ. ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ. ഓക്കെ അല്ലേ? ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ എന്നാണ് ഡ്രംലിനുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതും നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഓക്കെ, അറിയോ എന്താണെന്ന്? PWD ആക്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഈ ക്വസ്റ്റ്യനും തെറ്റിച്ച് കാണും. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും, പക്ഷേ ഉത്തരം അതായിരിക്കത്തില്ല. PWD ആക്ടിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നതാണ് PWD ആക്ടിന്റെ പൂർണ്ണരൂപം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നതാണ് PWD ആക്ടിന്റെ പൂർണ്ണരൂപം. ഓക്കെ, അതായത് ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന നിയമമാണ്. 1995 PWD ആക്ട് നിലവിൽ വന്നത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നാണ് PWD ആക്ടിന്റെ പൂർണ്ണരൂപം. ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന നിയമം ആണ്. അടുത്ത് പോക്സോ എന്നുള്ള ചോദ്യമാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് അറിയിക്കേണ്ടത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ടത് കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം. കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം കുട്ടികളെ? ഇത് അറിയിച്ചിരിക്കണം. ഓക്കെ, ഓപ്പറേഷൻ പി ഹണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ടൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്നതാണ് ഓപ്പറേഷൻ പി ഹണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്നതാണ് കേട്ടോ.
അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ ചാലനമുണ്ട്, സംവഹനമുണ്ട്, അഭിവഹനവുമുണ്ട്. അതായത് 1, 2, 3 ഓപ്ഷൻ എ ആണ് 1, 2, 3 എന്നിവയാണ് ആൻസർ. അടുത്ത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. നോക്കിയേ, വിധവാ പുനർവിവാഹം നിരോധിച്ചു. വിധവാ പുനർവിവാഹം നിരോധിക്കുകയാണോ അത് നടപ്പിലാക്കുകയാണോ ചെയ്തത്? വിധവാ പുനർവിവാഹം നടപ്പിലാക്കുകയാണ് ചെയ്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1856 അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓക്കെ അല്ലേ? അപ്പൊ അത് 1856 അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് തെറ്റ്. അടുത്ത് അടിമത്തം നിരോധിച്ചു, ശരിയാണ്. സതി നിരോധിച്ചു, ശരിയാണ്. ശൈശവ വിവാഹം നിരോധിച്ചു, അതും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് 2, 3, 4. അത് കിട്ടിക്കാണും എല്ലാവർക്കും, നേരെ വായിച്ചേ കിട്ടിക്കാണും. ഓക്കെ, രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ, ശരിയാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം, തെറ്റാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. ഇംപീച്ച്മെന്റ് പ്രമേയം ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. അടുത്ത്, ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കുന്നതിന് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷമല്ല, 3/2 പ്രത്യേക ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത്. 3/2 പ്രത്യേക ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത്. ഓപ്ഷൻ സിയും തെറ്റാണ്. അതായത് നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. ഇവിടെ ഇതിൽ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇംപീച്ച്മെന്റ് പ്രമേയം ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. പാസ്സാക്കണമെങ്കിൽ, ഏതെങ്കിലും സഭ പാസ്സാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷമല്ല വേണ്ടത്, 3/2 പ്രത്യേക ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ ഞാനൊരു കമന്റിന്റെ കാര്യം ഇവിടെ സംസാരിക്കുകയാണ്. ഒരാൾ കമന്റ് ചെയ്താണ്, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് കോൺഫിഡൻസ് കളയരുത്. സുഹൃത്തെ, താങ്കൾ ഈ ക്ലാസ് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യം, ഞാൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ ഉണ്ടാക്കിയതില്ല. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യം തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ക്രോപ്പ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇപ്പോഴും മറ്റേ പഴയ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചോദ്യം മാറുന്നതനുസരിച്ച് മനസ്സിലാക്കി, റയറായിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ക്ലിയർ ആണേ? അതുപോലെ ഈ ക്വസ്റ്റ്യൻ കണ്ടറിയത്തില്ലേ അത് PSCയുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ഇതാണെന്ന്. ഓക്കെ, ടൈപ്പ് ചെയ്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ വരത്തില്ല. എൻ്റെ ഈ ഒരു ഫോണ്ടും ഈ ഒരു സ്ട്രക്ചറും വരത്തില്ല. വെറുതെ ചുമ്മാ എന്തിനാണ് വെറുപ്പിക്കുന്നത്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, പത്രങ്ങൾ നേതൃത്വം നൽകിയവർ. യങ് ഇന്ത്യ ഹരിജൻ നേതൃത്വം കൊടുത്തത് ആരാണ്? ദാദാഭായ് നവറോജി ആണോ? യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ നേതൃത്വം നൽകിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നും അറിയത്തില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, അതാണ് ബെറ്റർ കേട്ടോ. ഈ ഒരു ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാതെ ഇതൊന്നും പഠിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ റാങ്ക് ഫയൽ മാത്രം വായിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഗുണകരമാകത്തുള്ളൂ. യങ് ഇന്ത്യ ഹരിജൻ ആരാ നേതൃത്വം കൊടുത്തത്? വളരെ ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ ബാനർജി എന്നാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ച ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ്. സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രം ബംഗാളിയാണ് കേട്ടോ. ബംഗാളി എന്ന പത്രമാണ് ആരംഭിക്കുന്നത്? സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ചത് കേട്ടോ. അടുത്ത് വന്ദേ മാതരം ലാല ലജ്പത് റായ്, അത് ശരിയാണ്. അപ്പൊ ഇവിടെ 2ഉം 4ഉം ശരിയെന്ന് വരും. 2ഉം 4ഉം ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച്
ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായി തിരഞ്ഞെടുക്കുക. ശാരീരികമായ പീഡനം ഗാർഹിക പീഡനത്തിൽ വരുന്നതാണ്. ലൈംഗികമായ പീഡനം വരുന്നതാണ്. വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനവും വരുന്നതാണ്. അതായത് മേൽപ്പറഞ്ഞവയെല്ലാം എന്നാണ്. ഈ ഗാർഹിക പീഡനത്തിൽ ഈ പറഞ്ഞ 3 അല്ലാതെ ഒന്നും കൂടെ വരും. സാമ്പത്തിക പീഡനവും കൂടെ വരും കേട്ടോ. സാമ്പത്തിക പീഡനവും കൂടെ വരും, ഓർത്തിരിക്കുക. അടുത്ത് നല്ലൊരു ചോദ്യമാണ്. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് വസ്തുവകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ശരിയല്ലേ? ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് വസ്തുവകൾക്കെതിരായ സൈബർ കുറ്റകൃത്യമല്ലേ വളരെ? ആണ്. ഇന്റർനെറ്റ് സമയമോഷണം വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യമാണ്. ഇന്റർനെറ്റ് സമയമോഷണം വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യമാണ്. ശരിയാണ്. സൈബർ ഭീകരത സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ ഭീകരത എന്ന് വെച്ചാൽ സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ്. സ്വകാര്യതയുടെ ലംഘനം വസ്തുവകൾക്കെതിരായ സൈബർ കുറ്റകൃത്യമാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. സ്വകാര്യതയുടെ ലംഘനം വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ 1, 2, 3 അത് മാത്രം. ഓപ്ഷൻ എ 1, 2, 3 മാത്രം. ഓക്കെ. അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് പേർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, വായിച്ചൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നോക്കാം. നമ്മളെ സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. എനിക്ക് തോന്നുന്നത് വേറെ ക്വസ്റ്റ്യനിൽ ഈ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് എന്നുള്ളത്. അത് ശരിയാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. തെറ്റാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെയാണ് ആശ്രയിക്കേണ്ടത്. സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. അതും തെറ്റാണ്. ഇവിടെ ആൻസർ നമുക്ക് തെറ്റായതാണ് വേണ്ടത്. അപ്പൊ 2, 3 തെറ്റായത്. 2, 3 മാത്രം. ഓപ്ഷൻ സി 2, 3 മാത്രം. ഓക്കെ. അടുത്ത ചോദ്യം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ശരിയായത് എഴുതുക എന്നാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായി തിരഞ്ഞെടുക്കുക എന്നാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുവാൻ വയസ്സ് സംബന്ധമായ തടസ്സങ്ങളൊന്നുമില്ല. തെറ്റാണ്. 65 വയസ്സ് വരെ തുടരാൻ കഴിയത്തുള്ളൂ. സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കണം. തെറ്റാണ്. രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. ശരിയാണ്. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. ഓക്കെ. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. ശരിയാണ്. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടതുമാണ്. അതും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി പ്രസ്താവനകൾ 2ഉം ശരിയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാ കുട്ടികളെ? ധനകാര്യ കമ്മീഷൻ. ഓപ്ഷൻ സി ധനകാര്യ കമ്മീഷൻ ആണ്. അടുത്ത ചോദ്യം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഏതാ കുട്ടികളെ? ഓപ്പറേഷൻ വാത്സല്യാണ് ആൻസർ. ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൂല്യം കുറയുന്നു എന്നതാണ് ആൻസർ. ഓക്കെ, ഓർത്തിരിക്കണം. ധ്രുവപ്രദേശത്ത് കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവുമാണ് കേട്ടോ. ജിയുടെ മൂല്യം ധ്രുവപ്രദേശത്ത് കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവുമാണ് കേട്ടോ മൂല്യം. ഓക്കെ, മൂല്യമൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. പഠിച്ചിരിക്കുക. 9.8 മീറ്റർ/സെക്കൻഡ് ആണ് ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ, അതായത് പോൾസിലാണെങ്കിൽ
9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇക്വേറ്ററിലാണെങ്കിൽ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ നോർമൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും പോളിലാണെങ്കിൽ 9 അതായത് ധ്രുവങ്ങളിലാണെങ്കിൽ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഇക്വേറ്ററിലാണെങ്കിൽ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ് ഓർത്തിരിക്കുക. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 ജനുവരി മാസം 22 ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുക. അതായത് 1, 3, 4 ഇത് പലരും തെറ്റിച്ച് കാണും. അതായത് വീഡിയോ പൗസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ സി എഴുതി കാണും. അല്ല, 1, 3, 4 ഇത് 3 ശരിയായിട്ടുള്ളത്. സോ നമ്മുടെ 20 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റി, ഏതിലൊക്കെയാണ് കൺഫ്യൂഷൻ വന്നെന്നുള്ള കാര്യം ഇവിടെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഈ വർക്കൗട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ കട്ടക്ക് ചെയ്യുക. ഞാൻ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ, ബൈ.